ഹേ എവ്രി വൺ, എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈദിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ ഈദ് ഡേൻ്റെ കുറച്ച് വിശേഷങ്ങളും ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ A1 മാളിലേക്കാട്ടോ വന്നിരിക്കുന്നത് സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റക്കായി. എനിക്കൊരു കണ്ടീഷണർ വേണമായിരുന്നു. അത് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളെ ട്രോളിയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കണം കേട്ടോ. അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ അപ്പം തന്നെ കഴിഞ്ഞു. കുഞ്ഞ് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയി മാംഗോ സാഗ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ അതിനുള്ള കറക്റ്റ് സിറ്റുവേഷൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് തന്നെ നമുക്കത് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മൾ കാണാൻ വരുമ്പോൾ ഇങ്ങനെ മധുരം കൊടുക്കണൊരു ഇതുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി. പിന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ എന്തെങ്കിലും വേണോ വേണ്ടേ എന്നുള്ള നോക്കലാണ്. അതിൻ്റെ ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ പോയി. ഇതുപോലെ പുഡിംഗ് ട്രേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാൻ പോയി. പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമ്മളുള്ള സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് നമ്മൾ വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നണേ. നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് ഇനി കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ചിക്കനൊക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങാം. അവരോട് ഭയങ്കര വലിയൊരു ബിഗ് സോറി പറയാനുണ്ട്. ഞാനൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തിരുന്നു. അതെനിക്കിപ്പോഴും അതിൻ്റെ വിന്നറിനെ തിരഞ്ഞെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര ഈസിയാണ്. പക്ഷേ അതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതും കൊറിയർ അയക്കണം അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ്സ് ആയതുകൊണ്ട് ഞാനത് കുറച്ച് ലാഗാക്കിയിരിക്കണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സെം എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പ്രാക്ടിക്കൽ റെക്കോർഡ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബിസിയായി. അപ്പോൾ സൂൺ ഞാൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ സോറി ഫോർ ദാറ്റ്. അതുകൊണ്ട് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അനൗൺസ് ചെയ്തത്. പക്ഷേ കോളേജൊക്കെ തുറന്നപ്പോൾ നല്ല ബിസിയായി റെക്കോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സൂൺ ഇൻഷാ അല്ലാഹ് നമ്മൾ അത് ചെയ്യും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങാനാട്ടോ പോയത്. ഭയങ്കര തിരക്കായിരുന്നു കടയിലൊക്കെ. അപ്പോൾ ആദ്യം ഉമ്മ പോയി. പിന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടി. അപ്പോൾ ഉമ്മ തിരിച്ച് വന്നിട്ട് റബിയാണ് സാധനം മേടിക്കാൻ പോയത്. കുറേ നേരം അവിടെ പോസ്റ്റായി നിന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പെരുന്നാൾക്ക് നമ്മൾ എടുത്തിട്ട് അയൽവാസികൾക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ നമുക്ക് സാധനം മേടിക്കേണ്ടതായതുകൊണ്ട് അത്യാവശ്യം നല്ല നേരം വൈകിയിരുന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോൾ. കാരണം അത്രമാത്രം സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. ആൾക്കാരുടെ എണ്ണം കൂടാന്നല്ലാതെ കുറയണില്ലേന്നിട്ട്. ചിലപ്പം പെരുന്നാളിൻ്റെ തലേന്ന് ആയതുകൊണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ പോയി. ഈ ഡെസേർട്ട് ഉണ്ടാക്കാനുള്ള പിന്നെ നോമ്പും കൂടെ ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഇത്രമാത്രം സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മാംഗോ സാഗ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷന് തുടങ്ങി. അപ്പോൾ ഉമ്മ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അധികം നേരം വെക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ എല്ലതും ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കയറണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ജെല്ലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമുള്ള അത്ര പൊടി ഇട്ടിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു ഇത് മെൽറ്റ് ചെയ്യണത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ നമ്മളെ ജെല്ലി ഒരു 1 to 2 hours കഴിഞ്ഞാൽ റെഡി ആവും. അതിൻ്റെ ശേഷം നല്ല പഴുത്ത മാങ്ങ നമുക്ക് കുറച്ച് പാല് കൂട്ടി അടിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും അതുപോലെ സാവോനൈരി, ഈ ഒരു സാധനത്തിന് ഞങ്ങളവിടെ സാവോനൈരി എന്നാണ് പറയൽ, അതും മാംഗോ കട്ട് ചെയ്തതും പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മിൽക്ക് മെയ്ഡ്, അതാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ടിന് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതും നല്ല എമൗണ്ടിൽ തന്നെ ഒഴിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മളെ സാധനം റെഡിയായി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ജെല്ലിയും കൂടെ ഒന്ന് ഇട്ടെടുത്താൽ സെറ്റാവും. എൻ്റെ സെറ്റാകാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അത് നാളെ രാവിലെ ഞാൻ ഇടും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്കൊക്കെ കൊടുക്കാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് പിന്നെ ബിരിയാണി പ്രിപ്പറേഷനിലോട്ട് പോയി. ബിരിയാണി അല്ല, മന്തി. ഇത് നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് മസാല ഒക്കെ സെറ്റ് ആക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞ്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ എല്ലാവരും സുഖമായി ഹാപ്പിയായി ഇരിക്കണമെന്ന് വിശ്വസിക്കണേ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. എത്രത്തോളം കണ്ടൻറ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്നാലും പറ്റുന്നിടത്തോളം ഞാൻ എല്ലതും കവർ ചെയ്യും.
അപ്പോൾ ഈദ് പ്രിപ്പറേഷൻസ് ആയിട്ട് ഞാനൊരു വ്ളോഗ് മുന്നേ ഇട്ടിരിക്കണേ, അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സമയം 7:30 എന്തോ ആയി. ഇപ്പോഴാണ് നിൽക്കുന്നത്. ഒരു 3:30-4 മണിയായി. ഉറങ്ങാനൊക്കെ നല്ല ലാഗ് ആയിക്കണം. പണി ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും ലാഗായി. അപ്പോൾ ഇനി കുറേ പരിപാടികൾ നമുക്ക് ബാക്കിയുണ്ട്. ക്ലീനിങ്, അങ്ങനെ കുറേ പരിപാടികൾ ബാക്കിയുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും കുഞ്ഞു ബിറ്റ്സ് ഞാൻ ഇടാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കുറേ വോയിസുകളുണ്ടാവും, അത് മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ആയപ്പോൾ തന്നെ നമ്മളെ മെഹന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചോദിക്കണിട്ടാ. ഞാൻ വെറുതെ ഇട്ടതാണ്, രസമുണ്ടെന്ന് വിചാരിക്കണം. എനിക്ക് പൊതുവേ മെഹന്തിനോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ ഇതെന്തോ പെട്ടെന്ന് മൂട് വന്നപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കണ വീട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് റെഡിയാക്കണം. ആകെ കൊളായിട്ടാണ് കിടക്കണത്. നമ്മളിങ്ങനെ മെസ്സാക്കിയിട്ട് കിടക്കലില്ല, എല്ലാതും ക്ലീനാക്കിയിട്ടാണ് കിടക്കൽ. പക്ഷെ ഇന്നലെ എന്തോ അത്രയും ക്ഷീണമായപ്പോൾ പോയി കിടന്നതാണ്. അപ്പോൾ കിച്ചണിൽ പോയപ്പോൾ നല്ല മന്തി റെഡി ആവുന്നുണ്ട്. അപ്പോൾ മന്തിയൊക്കെ റെഡി ആവട്ടെ, നമുക്ക് നമ്മളെ പണിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയി നമുക്ക് ഉണക്കാനിടണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ എടുത്തിട്ട് നമ്മളെ വീട് ഫുൾ സെറ്റാക്കി ക്ലീനായി. ക്ലീനിങ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ മന്തി നല്ല അടിപൊളിയായിട്ട് സെറ്റായിക്കണേ. ഇനി എല്ലാവർക്കും കൊടുക്കാനും തിന്നാനും കൂടെ ഉള്ളൂ. പിന്നെ അയൽവാസികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഉമ്മൊക്കെ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോഴത്തേന് ഞാൻ ഫ്രഷായി വന്ന് ഒക്കെ സെറ്റായി. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു കാഷ്വൽ ഡ്രസ്സ് എടുത്തതാണ്. നോർമലി എനിക്ക് ഓഫ്ലൈനായിട്ട് ഡ്രസ്സ് എടുക്കാൻ ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ. ഫുൾ ഓൺലൈനിൻ്റെ ആളാണ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനിലൊന്ന് മേടിക്കാനുള്ള ആ ഒരു ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയി സെറ്റാക്കിയതാണ്. എക്സാമും എല്ലാതും കൂടെ ഒപ്പം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഒരു ഇതിൽ പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. എനിക്ക് മന്തി ഇഷ്ടമില്ലാത്തതുകൊണ്ട് എൻ്റെ മാമി എനിക്ക് ബിരിയാണിയൊക്കെ കൊടുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തറവാട്ടിക്ക് എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മളവിടെ പോയിട്ട് കുറച്ച് സംസാരിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരെയും കണ്ട് നമ്മൾ തിരിച്ചു വരും. അതിന് ശേഷം വൈകുന്നേരം തറവാട്ടത്തെ എല്ലാവരും കൂടെ നമ്മളെ വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് നോർമലി നമ്മൾ പെരുന്നാൾ പോവൽ. അങ്ങനെ തറവാട്ടിലൊക്കെ എത്തി നമ്മൾ പായസമൊക്കെ കുടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ കുട്ടികളും ടി വിയൊക്കെ കണ്ടിട്ട് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഒരു 5-5.5 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി നീച്ചപ്പോൾ ഇവരെല്ലാവരും വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ മാംഗോ സാഗോ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചിക്കണ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വിശേഷം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയി. ഇത് നമ്മളെ കുട്ടിമണികളാട്ടാ. ഇവരൊക്കെ വന്നിട്ട് ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പണ്ടത്തെ പെരുന്നാളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം കുട്ടിക്കാലല്ലേ, നല്ല രസമായിരുന്നു അതൊക്കെ. തറവാട്ടിലായിരുന്ന സമയത്ത് പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോഴും അടിപൊളി തന്നെയാണ്, പക്ഷെ ആ ഒരു പഴയ ഒരു വൈബൊന്നും നമുക്ക് കിട്ടൽ തന്നെ ഇല്ല. തറവാട്ടിലെ പെരുന്നാളും നമ്മളെ വീട്ടിലത്തെ പെരുന്നാളും ഒക്കെ ഒരു വേറൊരു ഫീലിംഗ് തന്നെയാണ്. എനിക്കാണെങ്കിൽ ഇതൊന്നും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റുന്നില്ല. എന്തൊരു പരിപാടി എൻ്റെ വീട്ടിലാണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിൽ എവിടെ ഫിക്സ് ചെയ്താലും അന്നത്തെ ദിവസം കറക്റ്റ് എനിക്ക് വയ്യാതാവും. അതിൻ്റെ സൈക്കോളജി എന്താണെന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. അങ്ങനെ ആകെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം കെടുത്തം തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ എക്സാമിൻ്റെ ടെൻഷനും സ്ട്രെസ്സും വേറെ. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ പെരുന്നാൾ നല്ല അടിപൊളിയായിട്ട് അവസാനിച്ച്. അപ്പോൾ രാത്രി ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ട് നമ്മളെ പൊക്കിയെടുത്ത് ഏഴൂർക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മളെല്ലാവരും ഏഴൂർക്ക് പോവുകയാണ്. അങ്ങനെ ഞാനിതാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡിക്കിലാക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം മുടങ്ങാതെ നമ്മളെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തിക്കണം കേട്ടോ. പഠിക്കുമോ എന്നുള്ളത് സംശയമാണ്, എന്നാലും എന്നും പറയണ പോലെ സാറ്റിസ്ഫിക്കേഷൻ. അതുകൊണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഹാപ്പിലി ഏഴൂർക്ക് പോവാണേ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുട്ടി വ്ളോഗ് നമ്മളിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെ ഇതൊക്കെ അടിപൊളിയായിട്ട് അവസാനിച്ചെന്ന് വിശ്വസിക്കണേ. അപ്പോൾ ഇന്നക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കേടാ,
ബൈ.